Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. ഇപ്പം എല്ലാവരും ഈ ഒരു വെക്കേഷൻ മുതലേ നവോദയയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോദയ മെന്റൽ എബിലിറ്റിയിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എന്തോരം ടഫിലാണ്, എന്തോരം ഈസിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഇത് കണ്ടോ, എല്ലാവരും നമ്മുടെ ഈ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും അല്ലെ. നവോദയ 2026 നമുക്ക് ഇപ്പൊ ജൂൺ 3-2 ഡേറ്റുകളിലൊക്കെ ആയിട്ട് നമ്മുടെ നവോദയ സ്കൂളിലേക്ക് പോകുന്ന നിങ്ങളുടെ സീനിയേഴ്സ് ആണ് ഇവരെല്ലാവരും. ഇത് കൂടാതെ ഇപ്പൊ സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ട്. ഏകദേശം 200+ സ്റ്റുഡൻസ് ഈ പ്രാവശ്യം CC പ്ലസ് നിന്ന് നവോദയ സ്കൂളുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം വരുന്നത് നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടായിരിക്കും. ഇനി നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് ആയിരിക്കും ഇവര് കേട്ടോ. അപ്പോൾ ഇവരെ എല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെട്ട് ഇവരെ എങ്ങനെയാണ് പഠിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ ഞങ്ങൾ CC പ്ലസിൽ നിങ്ങൾക്ക് ഒരു അവസരം തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു എയിം ഉണ്ടാവണം, നിങ്ങൾക്ക് നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം. 80 സീറ്റാണുള്ളത്. അപ്പോൾ ആദ്യത്തെ 80 തന്നെ വരണം, അല്ലാതെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒന്നും വരാൻ പാടില്ല. എനിക്ക് ആദ്യമേ തന്നെ കിട്ടണം. ഇതേപോലെ പോസ്റ്റർ വെക്കണം, ഹാപ്പി ആയിട്ട് എല്ലാവരോടും പറഞ്ഞാൽ അടിപൊളിയായിട്ട് നവോദയ സ്കൂളിലേക്ക് പോകണം എന്നുള്ള ഒരു എയിം ഇപ്പോഴേ നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഡിസംബറിലുള്ള എക്സാമിന് നല്ല സ്കോറോടെ ആദ്യമേ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓഡ് മാൻ ഔട്ടിൽ നിന്നാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഓഡ് മാൻ ഔട്ടിൽ നിന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫിഗേഴ്സ് പറയുവാണെങ്കിൽ ഒരു സ്ക്വയറിനുള്ളിൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിനെയും ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ഫിഗർ ഉണ്ട്, ഇത് എക്സാക്ട് ഹാഫ് അല്ല, ഇത് ഇങ്ങനെ ഒരു ഡിവിഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ ഒരു സ്ക്വയർ ഉണ്ട്, അതിനെ ഇങ്ങനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ആ ഒരു കാര്യം എന്താണ്, ആ ഒരു പ്രോപ്പർട്ടി എന്താ? ഇവരെ എല്ലാം ഹാഫ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇതിന്റെ ഹാഫ് ആണ്, ഇവിടെയും ഹാഫ് ആയിട്ടാണ്, അതേപോലെ ഇവിടെയും ഹാഫ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ മാത്രം നമുക്ക് ഹാഫ് അല്ല, ഇത് ഒരെണ്ണം വലുത്, ഇത് ഒരെണ്ണം ചെറുതുമാണ്, ഫിഗർ കംപ്ലീറ്റഡും അല്ല. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എന്താ പറയാൻ പറ്റണേ? ഓപ്ഷൻ ബി ആണ് നമുക്ക്, സി ആണ് നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി. കാരണം ബാക്കി 3 എണ്ണത്തിലും ഓഡ് മാൻ ഔട്ടില് ഹാഫ് ആയിട്ടാണ്, സിയിൽ മാത്രമാണ് വ്യത്യസ്തമായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓഡ് മാൻ ഔട്ടിൽ തന്നെയാണ്. നമ്മൾ ഓഡ് മാൻ ഔട്ടിലെ 4 ക്വസ്റ്റ്യൻസ് അങ്ങനെ എല്ലാ പോർഷൻസിലെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ നോക്കിക്കേ, രണ്ടാമത്തെ ഓഡ് മാൻ ഔട്ടിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആരോസും സ്ക്വയറും ഡയമണ്ടും എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഒരു കാര്യം ഇത് എല്ലാത്തിലും ഒരേപോലെയാ അല്ലെ, എല്ലാത്തിലും ഒരേപോലെയാ. ഇവിടുത്തെ ഡിവിഷൻ നോക്കിയേ, ഇതിന്റെ ഹാഫ് ആയിട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹാഫ് ആണ്, ഇതിന്റെ ഹാഫ് ആണ്, ഇതിന്റെ ഹാഫ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? നോക്കിയേ, ഇവിടുത്തെ ഈ ഒരാള് നോക്കുമ്പോ അവിടെ 3 സൈഡ് ഉള്ള ഒരു ഫിഗർ ആണ് അല്ലെ, 3 സൈഡ് ഉള്ള ഒരു ഫിഗറാണ്. എങ്കിൽ ബിയിലേക്ക് വരുമ്പോൾ അവിടെ എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് ഉണ്ട്. സിയിലേക്ക് വരുമ്പോഴും 4 സൈഡ് നമുക്കുണ്ട്. ഇവിടെയും എന്തുണ്ട്? 4 സൈഡ് ഉണ്ട്. അപ്പൊ സൈഡ് കുറവുള്ള ആൾ ആരാ? 3 എണ്ണം ഒരേപോലെയാ, ഇത് 3ഉം സെയിം ആണല്ലേ. ഈ ഒരാളാണ് എന്ത്? ഡിഫറൻറ്റ്. സോ നമുക്ക് എന്ത് പറയാം? ഡിഫറൻറ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിക്കേ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സർക്കിളും ആരോസും ആണ് തന്നിട്ടുള്ളത്. ഇവിടെ ഈ ആരോയിൽ എല്ലായിടത്തും സർക്കിൾ കോമൺ ആണ്, സെന്ററും ഉണ്ട്. ഇനി ഇവിടെ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ആരോ തന്നിട്ടുള്ളത് കേട്ടോ, ഇങ്ങനെയാണ് ആരോ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്തേ. ഇവിടുത്തെ ആംഗിൾ എന്താ വരുന്നത്? 90 ഡിഗ്രി അല്ലെ. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണ് വരുന്നത്. ഇനി രണ്ടാമത്തേതിലാണെങ്കിൽ എങ്ങനെയാ അവർ കൊടുത്തിട്ടുള്ളത്? ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്.
ഇവിടെ നമ്മളൊന്ന് ചെരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും എന്തായിട്ടാ വരുന്നത്? 90 ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നതും ഒരു 90 ഡിഗ്രി ആംഗിൾ ആണ്. ഇനി 4ലേക്ക് വരുമ്പോൾ 4 തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതൊരു 90 ഡിഗ്രി ആണോ? എൽ ഷേപ്പിലാണോ നമുക്ക് വരിക? അല്ല, ഇത് ഏകദേശം നമുക്ക് അതിൽ കൂടുതലായിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? 3 ആൾക്കാരും 90 ഡിഗ്രി ആയിട്ടുള്ളത് സെയിം ഫിഗർ, ഒരെണ്ണം ഡിഫറൻസ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ ഈ പ്രാവശ്യം പരീക്ഷ എഴുതിയവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ. എല്ലാ പ്രാവശ്യത്തേക്കാൾ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു 3 വർഷത്തേത് 4 വർഷത്തെ എടുക്കുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മെന്റൽ എബിലിറ്റി ഇതായിരുന്നു. ഒരു 2 ക്വസ്റ്റ്യന് മാത്രമേ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വന്നുള്ളൂ. പക്ഷെ ബാക്കി എല്ലാ പ്രാവശ്യവും ടഫായിരുന്നു. സോ ഈ പ്രാവശ്യം ഇനി നിങ്ങൾക്കും എന്താ പറയാ, ഇത്ര ഈസി ആയതുകൊണ്ട് നെക്സ്റ്റ് ടൈം വേണമെങ്കിൽ ഈസി ആകാം, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ പോലെ ഹാർഡ് ആക്കാം. അപ്പൊ ഏത് രീതിയിൽ വന്നാലും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നോക്കിക്കേ. 4ാമത്തെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ലെറ്റേഴ്സ് ആണ്, ആൽഫബറ്റ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. ആൽഫബറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയുണ്ട്? L, R, K, S. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ? L ഇങ്ങനെയാ തന്നിട്ടുള്ളത്. ഇതെന്താ? Lന്റെ മിറർ ഇമേജ് ആണ് അല്ലേ. ഇനി R എടുക്കുവാണെങ്കിലോ, Rന്റെ മിറർ ഇമേജ് ആണ്. ഓക്കെ, ദെൻ ഇനി K എടുക്കുവാണെങ്കിലോ, Kയുടെ മിറർ ഇമേജ് ആണ്. ഓക്കെ, ദെൻ ഇനി എസിലേക്ക് വരുമ്പോൾ എന്താ വരിക? എസിലേക്ക് വരുമ്പോൾ എന്ത് വരും? ഇതിന്റെ മിറർ ഇമേജ് വരേണ്ടത് ഇങ്ങനെയായിരുന്നു, പക്ഷെ ഇത് വന്നിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? സോ എന്താ നമുക്ക് ആൻസർ വരുന്നത്? ഇതെല്ലാം ഓരോ ആൽഫബറ്റ്സിന്റെ മിറർ ഇമേജുകളാണ്. ആരൊക്കെ? എയും ബിയും സിയും. പക്ഷെ ഡി അല്ല. സോ നമുക്ക് എന്താ ആൻസർ പറയാം? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുന്നേ അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം പേരൻസ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്, മെന്റൽ എബിലിറ്റിയുടെ, മാത്സിന്റെ ഒക്കെ. സോ എന്താണ് നവോദയ എന്നറിയില്ല, അതേപോലെ എന്താണ് സൈനിക് സ്കൂൾ എൻട്രൻസ് എന്നറിയില്ല. ഈ 5ാം ക്ലാസ്സിൽ നമ്മുടെ കുട്ടികൾ എഴുതാൻ പോകുന്ന എൻട്രൻസുകൾ എന്തൊക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട 2 എൻട്രൻസുകൾ എന്തൊക്കെ, അവയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനും കാർത്തിക മിസ്സും വരുന്നുണ്ട്. ഒരു വെബിനാർ May 14 ടൈം 7 PM അപ്പൊ ഈ വെബിനാറിൽ 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോൾ പഠനം തുടങ്ങാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എൻട്രൻസിന് വേണ്ടി എങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്യണം, നവോദയ ആയിക്കോട്ടെ സൈനിക് സ്കൂൾ ആയിക്കോട്ടെ, എന്താണ് അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടൊരു വെബിനാർ നമ്മൾ May 14 7 മണിക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ യൂട്യൂബിൽ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ നമ്പറായ 9496949929 വിളിച്ച് എൻക്വയറി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഡേറ്റ് മറക്കണ്ട, May 14 7 മണിക്ക്. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ ഫിഗർ സീരീസ് കംപ്ലീഷൻ ആണ് കേട്ടോ. ഫിഗർ സീരീസ് കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ഫിഗർ ഇതിലേത്, അതാണല്ലോ നമ്മുടെ ചോദ്യം. നോക്കിയാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഡോട്ടിനെ എടുക്കാം. ഇവിടെ 2 സ്ഥലത്തെ ഡോട്ട് ഉള്ളൂ. സോ സിയും ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ ആദ്യമേ തന്നെ. ഇനി നോക്കുക, ലെഫ്റ്റ് സൈഡിൽ ആരോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ആരോ, ലെഫ്റ്റ് സൈഡിൽ ഇത് ഇങ്ങനത്തെ ഒരു ആരോയാണ്, അത് നമ്മൾ നോക്കുക. റൈറ്റ് സൈഡ് എടുത്തേ അതിലൊരു ആരോ ഉണ്ട്. ഇവിടെ എങ്ങനെയാ എയില് നേരെ തിരിഞ്ഞു വന്നു. സോ ഇത് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാൻ പറ്റൂ കേട്ടോ. ഓക്കെ, ദെൻ അതേപോലെ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യനും ഫിഗർ സീരീസ് കംപ്ലീഷനിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതിൽ ഈ ഒരു ഫിഗർ ഉണ്ട്. ഇത് എവിടെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്കിത് ഓപ്ഷൻ ബിയിൽ വന്നിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യണം? നേരെ മുകളിലേക്ക് പോയി ദെൻ താഴത്തേക്ക് വന്നു. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതും എന്ത് തന്നെയാണ്? ഫിഗർ സീരീസ് കംപ്ലീഷനിൽ
തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫിഗർ സീരീസ് കംപ്ലീഷനിൽ നോക്കിയേ, ആരോ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ട് സെയിമിലേക്ക് പോയി. ഇവിടെ ഡിഫറൻറ്റ്, ഇവിടെ ഡിഫറൻറ്റ്, ഇവിടെ സെയിമിലേക്ക് പോയി. സോ ഡിയും എയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബിയും സിയും ആണ് അല്ലേ. അപ്പൊ ബിയും സിയിലും നോക്കിക്കുക, നടുക്കൊരു ലൈൻ വരാനുണ്ട്. ഇവിടെ നടുക്ക് ലൈൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നടുക്ക് ലൈൻ ഉണ്ടോ? ലൈൻ ഉണ്ട്. പക്ഷെ താഴത്തേക്ക് വരുമ്പോൾ ഒരെണ്ണം തിരിഞ്ഞാ വന്നിട്ടുള്ളത്. അപ്പൊ അത് റോങ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? രണ്ട് സൈഡിലേക്കും ഇങ്ങനെ വന്നു, നടുക്കൊരു ലൈൻ, നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ്. സോ നമുക്ക് ആൻസർ സി ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്കിക്കേ, ആദ്യത്തെ ഒരു ബോക്സിൽ മുകളിലാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മുകളിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. മുകളിൽ എല്ലാത്തിനും സെയിം ആയിട്ടാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തേത് എടുക്കുക. രണ്ടാമത്തേത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഷെയ്ഡിങ്. റൈറ്റ് സൈഡിലാണ് ഷെയ്ഡിങ്. ഇവിടെ എയിൽ കറക്റ്റ് ഷെയ്ഡിങ് ആണ്, സിയിലും കറക്റ്റ് ആണ്, ഡിയിലും കറക്റ്റ്. സോ നമുക്ക് ബി കട്ട് ചെയ്യുകയാണ്. ഇനി അടുത്തതൊരെണ്ണം എടുത്തേ, അത് ലെഫ്റ്റ് സൈഡിലാണ് ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഷെയ്ഡിങ്. ലെഫ്റ്റ് സൈഡ് ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ ഇതിൽ രണ്ടിലും അങ്ങനെയുണ്ട്. ഇനി അടുത്ത ഫിഗർ എടുക്കുമ്പോൾ താഴെയാണ് ഷെയ്ഡിങ് വന്നിട്ടുള്ളത് കണ്ടോ, താഴെ. അപ്പൊ ഇതിൽ നമുക്ക് സിയിലും ഡിയിലും താഴെ വന്നിട്ടുള്ള ആളെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഡി റോങ് ആണ്. നമുക്ക് സി ആൻസർ ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ആൻസേഴ്സ് ചൂസ് ചെയ്യാനായിട്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9th ക്വസ്റ്റ്യനും പാറ്റേൺ കംപ്ലീഷനിൽ തന്നെയാണ്. പാറ്റേൺ കംപ്ലീഷനിൽ പാറ്റേൺ പൂർത്തിയാക്കുക. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് എന്താണ്, ബാക്കി എല്ലാ ഫിഗേഴ്സിലും ഒരു കോൺ ഷേപ്പിൽ ആളുണ്ടല്ലേ. ദെൻ ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴത്തോട്ട് നീട്ടി വരയ്ക്കുന്നു. ദെൻ എല്ലാ സ്ഥലത്തും കണ്ടത് ഇങ്ങനെ ഒരു സ്ക്വയർ അല്ലേ അതിനകത്തുള്ളത്. അതെ, ഇങ്ങനത്തെ ആൾക്കാരുണ്ട് അല്ലേ, സൈഡിലുണ്ട്. സോ ഇവിടെ ഉണ്ടെങ്കിൽ അത് താഴെ വരണ്ടേ, അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വരയ്ക്കണം. അപ്പൊ ഇതിലൊരു ഓപ്ഷൻ വരുന്നത് നമുക്ക് ഇവിടെ ഇത് താഴെയാണ്. ഇവിടെ താഴെയായിട്ട് മൊത്തത്തിലല്ലേ നമുക്ക് വരേണ്ടത്, ഇവിടെ താഴെയാണ്. സോ എയും ബിയും സിയും വരത്തില്ലെങ്കിൽ ഉത്തരം നമുക്ക് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 10th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 10th ക്വസ്റ്റ്യൻ പാറ്റേൺ കംപ്ലീഷന്റെ തന്നെയാണ്. അതെ, ഇതാണ് ആ പാറ്റേൺ. ഞാൻ ഒന്ന് ഇച്ചിരി വലുതാക്കി വരയ്ക്കാം. ഇങ്ങനെ അവർ തന്നിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു സൈഡും ഇത്ര വരെ തന്നിട്ടുണ്ട്. ഈ ഒരു കോളത്തിലുള്ള ആളെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഇവിടെ കണ്ടോ, മുകളിൽ രണ്ട് ആൾക്കാരുണ്ട്. അപ്പൊ താഴെ വരുമ്പോഴും എന്ത് വരണം? ഇതേപോലെ തന്നെ ഉള്ള ഒരാൾ വരണം അല്ലേ. സോ ഇതിവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇതൊരു വലിയ റെക്റ്റാങ്കിൾ പോലെ ഈ ഒരു സൈഡിൽ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ഷേപ്പ് എടുക്കാം. അത് നമുക്കിത് ഇവിടെ വരെയുള്ളൂ. അത് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യേണ്ടേ ഒരേപോലെ. അപ്പൊ എന്തായി? നമുക്ക് ഈ ഒരു കുഞ്ഞു സ്ക്വയറിൽ വരേണ്ട ആൾക്കാരെ, കുഞ്ഞു സ്ക്വയറിൽ ഇവിടെ ഇങ്ങനെയും ഇവിടെ ഇങ്ങനെയും വരണം. ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നത് എവിടെയാ? ഓപ്ഷൻ ഡിയിലാണ്. അപ്പൊ ബാക്കി മൊത്തം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരും. അപ്പൊ നമ്മുടെ 10th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇനി ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. CC+ന്റെ കൂടെ നിങ്ങൾക്ക് ഈ വർഷം 2026 2027 എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അത്രയും നമ്മൾ പഠിപ്പിച്ച് നല്ല രീതിയിൽ എക്സാംസ് എഴുതിയിട്ടാണ് നിങ്ങൾ ആദ്യം കണ്ട റിസൾട്ട് CC+ന് കിട്ടുന്നത് അല്ലേ. സോ നമുക്ക് 30+ വിന്നേഴ്സ് ഇൻ നവോദയ 2026 നമുക്കൊരു റിസൾട്ട് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റീസും പേഴ്സണൽ മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം, എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അത് മാത്രമാണ് CC+ൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതേപോലെ മോക്ക് എക്സാംസും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ബാച്ച് ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുകളിലുള്ള 9496949929 എന്ന നമ്പറിൽ വിളിച്ച് എൻക്വയറി എടുക്കുക. ആദ്യമായിട്ടാണ് CC+ന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തടുത്ത വീഡിയോസ് വരുമ്പം കറക്റ്റ് ആയിട്ട് അത് കണ്ട് അപ്ഡേഷൻസ് മനസ്സിലാക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.